ഡിഫറൻറ്റ് ആർട്ട് സെന്ററിലെ കുട്ടികളുടെ ഫുട്ബോൾ ടീമായ മാജിക് സിറ്റി ആദ്യമായി കളത്തിലിറങ്ങി. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന പ്രദർശന മത്സരം ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സ് ടിവിയുടെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മുൻ സന്തോഷ് ട്രോഫി താരങ്ങളും കുട്ടികൾക്കൊപ്പം പന്ത് തട്ടി. 9ാമത്തെ വയസ്സിൽ തന്റെ രോഗത്തോട് പടവെട്ടിയാണ് ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ മാന്ത്രികൻ കാൽപന്തു ലോകത്ത് വിസ്മയം സൃഷ്ടിച്ചത്. മെസ്സിയുടെ ആരാധകരായ കുരുന്നുകൾ അതേ കാൽപന്തുകൊണ്ട് മായാജാലം തീർത്തിരിക്കുകയാണ് കഴക്കൂട്ടം ഡിഫറൻറ്റ് ആർട്ട് സെന്ററിലെ കളിസ്ഥലത്ത്. മാജിക് സിറ്റിയുടെ പ്രദർശന മത്സരം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സ് ടിവിയുടെ ചെയർമാനുമായ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. IM വിജയൻ, ജോപോൾ അഞ്ചേരി, VP ഷാജി എന്നിവരടങ്ങിയ കേരളത്തിന്റെ മുൻനിര പോരാളികൾക്കൊപ്പമാണ് കുട്ടിക്കൂട്ടത്തിന്റെ പോരാട്ടം. മത്സരം തുടങ്ങി. തുടർച്ചയായി ആദ്യ 2 ഗോളുകൾ IM വിജയന്റെ ടീമിനെതിരെ. പിന്നീട് കളി കാണികളെ ലഹരി പിടിപ്പിച്ചു. കോർണറുകൾ, പാസ്, സേവുകൾ, കാലുകൾ കൊണ്ടുള്ള മാജിക് ആവേശമായി. ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾക്കൊടുവിൽ 5-5 എന്ന സമനിലയിൽ കളി പിരിഞ്ഞു. ആവേശകരമായ മത്സരമെന്ന് IM വിജയനും ടീമും. ഇല്ല, വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ കുറേ കളിക്കാൻ പോയിട്ടുണ്ട്, കുറേ ആൾക്കാരോട് കളിച്ചിട്ടുണ്ട്. വേറൊരു അനുഭവമാണ് ഇവരുടെ കൂടെ കളിക്കാതെ വരുമ്പോൾ തന്നെ വലിയൊരു എന്താ പറയുക. പിന്നെ അവർക്കൊരു പ്രയോജനം, കാരണം എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സാണ്, അവർക്കൊരു ഇൻസ്പിറേഷൻ. ജോയൽ റിച്ചാർഡ് വില്യംസ് ആണ് മാജിക് സിറ്റിയുടെ പരിശീലകൻ. കിങ്സ് ലീഗ് 4ാം സീസണാണ് മാജിക് സിറ്റിയുടെ കന്നി ലീഗ് മത്സരം. 24 തിരുവനന്തപുരം. കുട്ടികൾക്ക് എന്തായാലും വലിയ പ്രോത്സാഹനമാണ് ഈ സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ച താരങ്ങൾ അവരോടൊപ്പം പന്ത് തട്ടുന്നത്. അതെ.